വയനാട് അമരക്കുനിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുവയെ കൂട്ടിലടയ്ക്കാനുള്ള ദൗത്യം തുടങ്ങിയിരിക്കുന്നു. ദൗത്യ സംഘം തിരച്ചിൽ നടത്തുകയാണ്. തിരച്ചിലിന് സഹായിയായി ഇപ്പോൾ വിക്രമും കോന്നി സുരേന്ദ്രനും എത്തുകയാണ്. വിക്രമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അരുൺ സഖറിയുടെ ടീം നേരത്തെ തന്നെ തിരച്ചിലിനായി ഇറങ്ങിയിരിക്കുന്നു. 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. കടുവയുടെ സാന്നിധ്യം ഇവിടെയൊക്കെയുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലിലേക്ക് പോകുന്നു. പക്ഷേ ഇതുവരെയും ഈ ദിവസം കടുവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അമരക്കുനിയിൽ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്ന ആ കടുവയെ പിടികൂടാനാവാതെ പ്രയാസപ്പെടുകയാണ് വനംവകുപ്പ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഡോക്ടർ അരുൺ സക്കറിയ വയനാട്ടിലേക്ക് എത്തിയതായി. ഇപ്പോൾ 2 കുങ്കിയാനകൾ, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിക്രം, മറ്റൊന്ന് കോന്നി സുരേന്ദ്രൻ, 2 കുങ്കിയാനകളെ കൂടി ഈ രക്ഷാ ദൗത്യത്തിന്റെ അല്ലെങ്കിൽ കടുവയെ പിടികൂടുന്നതിന്റെ ആ ടീമിന്റെ ഭാഗമാക്കുകയാണ്. അവസാനമായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരു ആടിനെ കൊന്നു തിന്നുന്നത്. ഇത് പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. 2 കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ജനവാസ മേഖലയിൽ തന്നെ കടുവ തുടരുന്നു എന്നുള്ളൊരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. കാരണം കടുവ അവശ നിലയിലാണ്. അപ്പോൾ പ്രദേശം വിട്ടു പോകാനുള്ളൊരു സാധ്യതയില്ല എന്നാണ് അവരുടെ ഒരു നിഗമനം. എത്രയും പെട്ടെന്ന് മയക്ക് വെടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. സംബന്ധിച്ചോളൊക്കെ തന്നെ വലിയ ആശങ്കയിലായിരിക്കുന്ന കാപ്പിത്തോട്ടങ്ങളിലൊക്കെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നടക്കം അവർ ഭയപ്പെട്ടിരുന്നു. കടുവയുടെ സാന്നിധ്യം പലയിടങ്ങളിലായി കാൽപ്പാടുകളടക്കം കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ആടിനെ കൊന്നു തിന്ന സംഭവമുണ്ടായി. എപ്പോഴൊക്കെ തന്നെ വനം വകുപ്പ് പലപ്പോഴും അവിടേക്ക് കൂട് സ്ഥാപിച്ച് അവിടേക്ക് എത്തുമായിരുന്നു. പക്ഷേ ആ കൂട്ടിലൊന്നും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. കടുവയെ തുരത്താനോ അല്ലെങ്കിൽ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം അവിടേക്ക് എത്തുന്നത്. അരുൺ സഖറിയും ടീമുമാണ് ദൗത്യസംഘത്തിനായി എത്തുന്നത്. നേരത്തെ ആ നാട്ടിലിറങ്ങി ആനകൾ ജനജീവിതം ദുസ്സഹമാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അരുൺ സഖറിയും ടീമും അവിടേക്ക് എത്തി ഈ ദൗത്യം പൂർത്തീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ കടുവയെ കൂട്ടിലടയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അരുൺ സഖറിയും ടീമും ഒപ്പം കുങ്കി ആനകളും എത്തിയിരിക്കുന്നത്. കമൽ നമുക്കിപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു കാലഘട്ടത്ത് വടക്കനാട് കൊമ്പൻ എന്ന് അറിയപ്പെട്ട വാഗേരിക്കാരുടെ വില്ലനായ വിക്രമിനെ നമ്മൾ കാണുകയാണ്. പക്ഷേ ഇന്ന് അവൻ എത്തിയിരിക്കുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ആര്യ, ഇപ്പോൾ ഈ ആനയെ കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്ന പ്രദേശത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. നേരത്തെ ഇവിടെ ഈ ഇറക്കിയ സ്ഥലത്ത് കുറച്ചു നേരം തളയ്ക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആനയെ ഈ അമരക്കുനിയിൽ ഇപ്പോൾ ദൗത്യസംഘമൊക്കെ ക്യാമ്പ് ചെയ്യുന്ന ഭാഗത്തേക്ക് വിക്രത്തിനെ കൊണ്ടുപോവുകയാണ്. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ വടക്കനാട് മേഖലയെ വലിയ രീതിയിൽ വിറപ്പിച്ചിരുന്ന വടക്കനാട് കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന ആനയാണ് പിന്നീട് വിക്രം എന്ന കുങ്കി ആനയായി മാറ്റിയത്. അവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം മുത്തങ്ങ ആനപ്പന്തിയിൽ വർഷങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഈ വിക്രത്തിനെ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നിരവധി ദൗത്യങ്ങളിൽ, വനംവകുപ്പിന്റെ ദൗത്യങ്ങളിൽ ആന പങ്കെടുത്തിരുന്നു. ഇപ്പോൾ വിക്രത്തിനെ ഈ അമരക്കുനിയിൽ ഈ ദൗത്യം നടക്കുന്ന, തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലോറിയിൽ നിന്ന് ഇറക്കിയ ശേഷം ഈ വാഹനം തിരിച്ച് മുത്തങ്ങയിൽ പോയിട്ട് വേണം ഇനി കോന്നി സുരേന്ദ്രനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. 2 ആനകളും എത്തിയ ശേഷമായിരിക്കും ദൗത്യം പൂർണ്ണ രീതിയിൽ തുടങ്ങുക. പ്രധാനമായും ഈ കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ പ്രദേശങ്ങൾ, ചതുപ്പുകളിലൊക്കെ നിരീക്ഷണം നടത്താനാണ് കുങ്കിയാനകളെ ഉപയോഗിക്കുക. മാത്രമല്ല കുറ്റിക്കാട്ടിലൊക്കെ കടുവ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് വരികയും ചെയ്യും. അത്തരത്തിൽ ആ കടുവയുടെ സാന്നിധ്യം അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ്, അത്തരം നിരീക്ഷണത്തിനും തെരച്ചിലിനുമാണ് ഈ കുങ്കിയാനകളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്നത്. ആദ്യം വിക്രമിനെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി വാഹനം തിരിച്ചുപോയ ശേഷം മുത്തങ്ങയിൽ നിന്ന് കോന്നി സുരേന്ദ്രനെ കൂടി അമരക്കുനിയിലേക്ക് എത്തിക്കും. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്കാണ് ആനയെ കൊണ്ടുപോകുന്നത്. സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? കാരണം നേരം വൈകി കഴിഞ്ഞാൽ ദൗത്യത്തിന് തടസ്സമുണ്ടാകും. കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമാണോ? എന്താണ് ജില്ലാ ഭരണകൂടി ഏകോപനം സംബന്ധിച്ചൊക്കെയുള്ള ഒരു അറിയിപ്പ് വരുന്നത്? നിലവിൽ കടുവയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സമീപ ദിവസങ്ങളിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നും തന്നെ ക്യാമറ ട്രാപ്പുകളിലും കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. ഏതെങ്കിലും രീതിയിൽ സാന്നിധ്യം ഉണ്ടാവുകയും സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്താൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ദൗത്യസംഘം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് നടക്കുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. പ്രജീഷ്, ശരി. ഇപ്പോൾ അമരക്കുനിയിലേക്ക് എത്തിയിരിക്കുകയാണ് കുങ്കിയാനിയായ വിക്രം. അവന് പരിചയമുള്ള മണ്ണാണ് അവിടേക്ക് ഇപ്പോൾ കടുവയെ
തെരഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിയിരിക്കുകയാണ്. തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. കടുവയെ പിടികൂടാനുള്ള രക്ഷാ ദൗത്യം അത് തുടങ്ങിയിരിക്കുകയാണ്. വനം വകുപ്പിന്റെ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ അല്പസമയം കഴിഞ്ഞാൽ കോന്നി സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തും.